ആരോടും അധികം മിണ്ടാട്ടമില്ല. മാധ്യമങ്ങളെ കാണാനേ താല്പര്യപ്പെടുന്നില്ല. ആകെ തകർന്ന് തളർന്ന് പിണറായി വിജയൻ 10 വർഷക്കാലം മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി ജനങ്ങളെ വെല്ലുവിളിച്ച് ആരാടാ എന്താടാ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ ശൈലിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കണം. അധികാരത്തിന്റെ അലങ്കാരങ്ങളൊന്നുമില്ലാത്തത് പിണറായിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. 40 വണ്ടി പോലീസിന്റെ അകമ്പടിയോ ചുറ്റും ഗൺമാന്മാരോ കരിമ്പൂച്ചകളോ ഇല്ലാത്തതും പിണറായിയെ അസ്വസ്ഥമാക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി എന്നായിരുന്നു തലക്കെട്ട്. ഇനി മുതൽ CPM നേതാവ് പിണറായി എന്നാകും ചാനലുകളിലെയും പത്രങ്ങളിലെയും തലക്കെട്ട്. ഇതൊക്കെ പിണറായിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അധികാരം പിണറായിയെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. ചെങ്കോലും കിരീടവും അഴിച്ചു വെക്കേണ്ടി വന്നത് പിണറായിയുടെ സമനില തെറ്റിക്കുന്നുണ്ട്. CM കാറിൽ വന്നിറങ്ങിയ പിണറായി ഇനി MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണം. അങ്ങനെ 10 വർഷക്കാലത്തെ മേലങ്കികളെല്ലാം പൂർണ്ണമായും അഴിച്ചുവെച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടി വരുന്നതിന്റെ വീർപ്പുമുട്ടലിലാണ് പിണറായി വിജയൻ ഉള്ളത്. തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്നത് അതിലേറെ സ്വസ്ഥതക്കേടാണ്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പിണറായി. മുന്നിലിരിക്കുന്നത് പിണറായി ആണെന്ന് പാർട്ടിക്കാർ വകവയ്ക്കുന്നതേയില്ല. വായിൽ വരുന്നതൊക്കെ എല്ലാവരും വിളിച്ചു കൂവുന്നു. പിണറായി പ്രതിപക്ഷ നേതാവ് കസേരയിൽ പോയി ചടഞ്ഞിരിക്കുമോ എന്ന് എല്ലാവരിലും ഒരു ഭയമുണ്ട്. അപകടം മണത്ത് CPM നേതാക്കൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കണമെന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കാൻ പിണറായിക്ക് എങ്ങനെ അതിന് സാധിക്കുമോ? ഇതുവരെ താൻ ഭരിച്ചിരുന്ന സഭ, തൻ്റെ ഇരിപ്പിടം, അതൊക്കെ കാർന്നോരെ അസ്വസ്ഥമാക്കും. കഴിവതും അനാരോഗ്യത്തിന്റെ കാരണം പറഞ്ഞ് സഭയിൽ എത്താതിരിക്കും. സഭയിൽ എതിരാളികൾ എല്ലാവരും കൂടി എടുത്തിട്ട് പൊരിക്കുമെന്ന് പിണറായിക്ക് അറിയാം. UDFകാരെ അല്ല, വിമതരെ നേരിടാൻ പിണറായിക്ക് വയ്യ. KK രമ, G സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ ഇവരൊക്കെ സഭയിലെത്തിയാൽ പിണറായിക്ക് സഭയിൽ ഇരിക്കാൻ വല്ലാതെ പൊള്ളും. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഉള്ളത്. മുന്നണിയിൽ നാറി നാണം കെട്ട് നിൽക്കുകയാണ് പിണറായി ഇപ്പോൾ. പഴയ പ്രതാപമൊന്നും അദ്ദേഹത്തിനില്ല. എല്ലാവരും എടുത്തിട്ട് കൊട്ടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ ശൈലി മാറ്റണം എന്ന ആവശ്യവുമായി CPM രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച ചേർന്ന LDF യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത നിലപാടെടുത്തു. ഭരണവിരുദ്ധ വികാരത്തേക്കാൾ ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിന്നാലെയാണ് മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം ആവശ്യം കടുപ്പിച്ചത്. LDFന് കനത്ത ക്ഷീണമുണ്ടാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. 3 സീറ്റുകൾ നേടി BJP മുന്നേറ്റമുണ്ടാക്കി. ഈ വളർച്ച ചെറുതായി കാണാനാവില്ല. തിരുത്തേണ്ടത് തിരുത്തി തന്നെ LDF മുന്നോട്ട് പോകണം. പിണറായി വിജയനോട് യോജിക്കാനും വിയോജിക്കാനും ഒക്കെ വ്യക്തിപരമായി സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പൊതുവെയുള്ള അവസ്ഥ അങ്ങനെയല്ല. അതിനാൽ പിണറായി ശൈലി മാറ്റണമെന്നും ജനഹിതമായ ശൈലി സ്വീകരിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കാർന്നോര് എല്ലാ ധാർഷ്ട്യവും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാരനെ പോലെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. അതിന് കഴിവില്ലെങ്കിൽ വീട്ടിൽ പോയി കുത്തിയിരുന്നോ എന്നാണ് CPIയും പറയുന്നത്. പിണറായിക്ക് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്ത് എയറിൽ കയറ്റുന്ന ഒരവസ്ഥ. ഇതുവരെ കാരണഭൂതനും ക്യാപ്റ്റനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനെ ഇന്നിപ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ വലിച്ചു കീറുന്നു. ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പിണറായി നിൽക്കുന്നു. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും പിണറായിയെ കൊണ്ടിരുത്താൻ ചരട് വലിക്കുന്നുണ്ട് പിണറായി അനുകൂലികൾ. അവർക്കിപ്പോഴും പിണറായി ക്യാപ്റ്റൻ തന്നെയാണ്. പാർട്ടിയിലെ അധികാരത്തിന്റെ കടിഞ്ഞാൺ പിണറായിയുടെ കയ്യിൽ നിന്ന് പോകരുതെന്നാണ് അവരുടെ ആവശ്യം. കാരണം വീണ്ടും ഒന്ന് കൊഴുത്ത് പുളച്ച് മതിക്കണം. പ്രതിപക്ഷ കസേരയെങ്കിൽ പ്രതിപക്ഷ കസേര, അവിടെ പ്രതിപക്ഷ നേതാവായി പിണറായി ഇരിക്കണമെന്ന് പിണറായി കൂട്ടർ വല്ലാതെ വാശി പിടിക്കുമ്പോൾ മറ്റാരുടെ കയ്യിലേക്കും ഈ പാർട്ടിയുടെ ഭരണം പോകരുത് എന്ന് അവർ ഇപ്പോഴും ധാർഷ്ട്യം കാണിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPM പ്രതിപക്ഷ നിരയിലേക്ക് പിന്തള്ളപ്പെട്ടതോടെ പാർട്ടിയിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യമാകുകയാണ്. പരാജയപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവായി സഭയിൽ തുടരാമെന്ന പിണറായിയുടെയും ഔദ്യോഗിക പക്ഷത്തിന്റെയും മോഹങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകിക്കൊണ്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ രംഗത്ത് വന്നിരുന്നു.
പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നും ബേബി വ്യക്തമാക്കി. ഇവിടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളെ മാത്രമേ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുത്തൂ എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത് നമ്മൾ കാണേണ്ടത്. അതായത് എല്ലാവർക്കും സ്വീകാര്യൻ. പിണറായി അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനല്ല. പിണറായി ഫാൻസിന് മാത്രമാണ് പിണറായി സ്വീകാര്യനായിട്ടുള്ളത്. പിണറായിയുടെ ധാർഷ്ട്യം അതേപോലെ നിലനിൽക്കണമെന്ന് പാർട്ടിയിലെ ഒരു കൂട്ടർക്കും മാത്രമാണ് താല്പര്യമുള്ളത്. എന്നാൽ ആ ഒരു രീതി ഉടച്ചു വാർക്കുമെന്ന് തന്നെയാണ് എം.എ. ബേബി പറയുന്നത്. അങ്ങനെ കൊടിവെച്ച കാറും ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസും നേടാമെന്ന പിണറായി വിജയന്റെയും കൂട്ടരുടെയും കണക്കുകൂട്ടലുകൾ പാളുകയാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ രാത്രി വൈകുവോളം നീണ്ട ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ജനവികാരം മനസ്സിലാക്കാതെയും അണികളുടെ ആശങ്കകൾ കേൾക്കാതെയും മുന്നോട്ടു പോയതാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കഴിഞ്ഞു. അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിച്ച എം.വി. ഗോവിന്ദന് പകരം എം.എ. ബേബി പാർട്ടിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തത് പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയമായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. തോൽവി ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കരുതെന്നും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തിരുത്തണമെന്നും ബേബി കർശന നിർദ്ദേശം നൽകി. ഇതുവരെ എം.എ. ബേബിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ വെട്ടി ഒതുക്കി പിണറായി വെച്ചിരുന്നവരാരൊക്കെയാണോ അവരൊക്കെ അതിശക്തമായി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കുമെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിലുണ്ടായ ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിയെ 35 സീറ്റുകളിലേക്ക് ഒതുക്കിയത്. ഇതേ വ്യക്തി തന്നെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഇവരുടെ വാദം. പാർലമെന്ററി നേതൃത്വത്തിലും പുതിയ മുഖം വേണമെന്ന ആവശ്യം ശക്തമാണ്. അടിത്തറ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് CPM ഉള്ളതെന്ന് നേതൃത്വം ഗൗരവമായി തിരിച്ചറിയണം. കണ്ണൂരിലെ വിഭാഗീയതയും വ്യക്തിപൂജയും പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകളും ഇതിന് കാരണമായി. ജനങ്ങളിൽ നിന്നൊറ്റപ്പെട്ട നേതാക്കളെ താങ്ങി നടക്കുന്നത് പാർട്ടിയെ ബംഗാൾ മോഡൽ നാശത്തിലേക്ക് നയിക്കുമെന്ന് സെക്രട്ടേറിയറ്റിൽ മുന്നറിയിപ്പ് ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് സഖാക്കൾക്ക് തുറന്നടിക്കാം എന്ന നയം എം.എ. ബേബിയും സ്വീകരിച്ചിരിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലായി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും വിളിച്ചു ചേർത്ത് പ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കും. പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജിന് സംഭവിച്ച തകർച്ച പ്രവർത്തകർ എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാകും. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞവർ പ്രതിപക്ഷ നേതാവാകുന്നത് പതിവാണെങ്കിലും ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം നേരിട്ട ഒരാൾക്ക് ആ പദവി നൽകുന്നതിനെതിരെ താഴെത്തട്ടിൽ പ്രതിഷേധം രൂക്ഷമാണ്. പ്രതിപക്ഷ നേതാവിനുള്ള ക്യാബിനറ്റ് പദവി വഴി സുരക്ഷ, അകമ്പടിയും ഔദ്യോഗിക സൗകര്യങ്ങളും നിലനിർത്താൻ പിണറായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ഇത് തടയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അമിതമായ അധികാര കേന്ദ്രീകരണം പാർട്ടിയെ തകർത്തു എന്ന വികാരമാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഉള്ളത്. കണ്ണൂരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതും തോൽവിക്ക് ആക്കം കൂട്ടി. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനെ പോലെയുള്ള സൗമ്യനായ ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന വാദവും സജീവമാണ്. സഭയിൽ സർക്കാരിനെ നേരിടാൻ പിണറായിയുടെ ശൈലിയല്ല, മറിച്ച് വസ്തുതകൾ നിരത്തിയുള്ള പോരാട്ടമാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എം.എ. ബേബി സ്വീകരിച്ച കർക്കശമായ നിലപാട് പിണറായി വിജയന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഏകപക്ഷീയമായ സ്വാധീനം നഷ്ടപ്പെട്ടതിന്റെ സൂചന തന്നെയാണ്. അതായത് പിണറായി ഒരു തരത്തിലും ഇനി തല പൊക്കാൻ കഴിയാത്ത വിധം പാർട്ടിയും അടിച്ചൊതുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ അധികാര ചിഹ്നങ്ങളും പിണറായിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു സാധാരണ നേതാവ്, അത് മാത്രമാണ് പിണറായിക്ക് ചാർത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പിണറായിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി ഇപ്പോൾ മൗനം പാലിക്കുന്നതും അധികം ആരോടും സംസാരിക്കാതെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. ഇതൊന്നും പിണറായിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല.